പ്രിയ വിദ്യാർത്ഥികളെ, ഗുഡ് മോർണിംഗ്. തേർഡ് മൊഡ്യൂളിലെ ദറ്റ് ഈസ് റിലേഷൻ ആൻഡ് ഫങ്ഷൻ എന്ന മൊഡ്യൂളിലെ ലാസ്റ്റ് ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ സബ് ലാറ്റിസ്, ബൗണ്ടഡ് ലാറ്റിസ്, കംപ്ലീറ്റ് ലാറ്റിസ് ഈ 3 ടോപ്പിക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇന്നെടുക്കുന്നത് കോംപ്ലിമെൻ്റ് ഓഫ് എ എലമെൻറ്റ് അല്ലെങ്കിൽ കോംപ്ലിമെൻറ്റ് ലാറ്റിസ്. സെക്കൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. തേർഡ് ഡുവൽ ലാറ്റിസ്. ഈ 3 ചെറിയ ടോപ്പിക്കാണ് നമ്മൾ ഈ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത്. ഫസ്റ്റ്, എന്താണ് കോംപ്ലിമെൻറ്റ് ഓഫ് എ എലമെൻറ്റ്? ഒരു ലാറ്റിസിലെ ഒരു എലമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് എപ്പോഴാണ് എ എന്ന എലമെൻറ്റിനെ ബിയുടെ കോംപ്ലിമെൻറ്റ് എപ്പോഴാണ് പറയുക? ഓക്കെ, നമുക്ക് ഡിഫൈൻ ചെയ്യാം. കോംപ്ലിമെൻറ്റ് ഓഫ് എ എലമെൻറ്റ് ഫോർ എ ബൗണ്ടഡ് ലാറ്റിസ്. എന്താണ് ബൗണ്ടഡ് ലാറ്റിസ്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ഫോർ എ ബൗണ്ടഡ് ലാറ്റിസ് an element is said to be a complement of A if A into B. എന്താണ് A dot B? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. A dot B, ദാറ്റ് ഈസ് ലീസ്റ്റ് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടിനെയാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡോട്ട് കൊണ്ട് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് A dot B, ദാറ്റ് ഈസ് GL of B ഈക്വൽ ടു 0. ദാറ്റ് ഈസ് 0 എലമെൻറ്റ്. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട് എന്താണ് 0 എലമെൻറ്റ്. ആൻഡ് എ പ്ലസ് ബി. എന്താണ് പ്ലസ്? ദാറ്റ് ഈസ് ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് എ ബി, ദാറ്റ്സ് ഈക്വൽ ടു ഐ. എന്താണ് ഐ? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു. ദാറ്റ് ഈസ് യൂണിറ്റ് എലമെൻറ്റ്. എപ്പോഴാണ് എ എന്ന എലമെൻറ്റിൻ്റെ കോംപ്ലിമെൻറ്റ് ബി എന്ന് പറയുക? ദാറ്റ് ഈസ് എയുടെ കോംപ്ലിമെൻറ്റ് ബി എന്ന് പറയണമെങ്കിൽ എ ഡോട്ട് ബി, ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് ഓഫ് ബി, അത് 0 എലമെൻറ്റും ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് എ ബി അത് യൂണിറ്റ് എലമെൻറ്റും ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറയാൻ പോകുന്നത് എയുടെ കോംപ്ലിമെൻ്റാണ് ബി അല്ലെങ്കിൽ ബിയുടെ കോംപ്ലിമെൻ്റാണ് എ എന്ന് പറയാം. ഓക്കെ, അപ്പോൾ 2 കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കണം. എയുടെ കോംപ്ലിമെൻറ്റ് ബി എന്ന് പറയണമെങ്കിൽ എ ഇൻറ്റു ബി, ദാറ്റ് ഈസ് GLB ഓഫ് എ ബി ഈക്വൽ ടു 0 എലമെൻ്റ് ആയിരിക്കണം. ദാറ്റ് ഈസ് 0 എലമെൻറ്റ് പറഞ്ഞാൽ ലീസ്റ്റ് എലമെൻറ്റ്. നെക്സ്റ്റ് ലീസ്റ്റ് അപ്പർ ബോണ്ട്, ദാറ്റ് ഈസ് LUB ഓഫ് എ ബി, ദാറ്റ്സ് ഈക്വൽ ടു ഗ്രേറ്റസ്റ്റ് എലമെൻ്റ് ആയിരിക്കണം. ഓക്കെ, എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. നെക്സ്റ്റ്, ഇഫ് എ ഈസ് കോംപ്ലിമെൻറ്റ് ഓഫ് ബി ദെൻ ബി ഈസ് ഓൾസോ കോംപ്ലിമെൻറ്റ് ഓഫ് എ. എ ബിയുടെ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ തിരിച്ചും ബി എന്തായിരിക്കും? എയുടെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടും ശരിയായിരിക്കും. എയുടെ കോംപ്ലിമെൻറ്റ് ബി ആണെങ്കിൽ തിരിച്ച് ബിയുടെ കോംപ്ലിമെൻ്റ് എന്തായിരിക്കും? എ തന്നെ ആയിരിക്കും. ഓക്കെ, കോംപ്ലിമെൻ്റ് ഈസ് നോട്ട് യുണീക്ക്. യുണീക്ക് അല്ല. കാരണം എക്ക് ബി എന്ന എലമെൻറ്റും കോംപ്ലിമെൻറ്റ് വരാം, ബി ഡാഷ് എന്ന എലമെൻറ്റും കോംപ്ലിമെൻറ്റ് വരാം. അപ്പോൾ ഇത് യുണീക്ക് അല്ല, യുണീക്ക് എലമെൻ്റ് അല്ല. എക്ക് ഒന്നിൽ കൂടുതൽ കോംപ്ലിമെൻറ്റ് ഒരു ലാറ്റിസിൽ ഉണ്ടായിരിക്കാം. ഓക്കെ, പോയിന്റ് നിങ്ങൾ ഓർത്ത് വെക്കുക. കോംപ്ലിമെൻ്റ് ഈസ് നോട്ട് യുണീക്ക്, നീഡ് നോട്ട് എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല. കാരണം ഈ 2 കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുക? ബീനെ എയുടെ കോംപ്ലിമെൻ്റ് എന്ന് പറയുള്ളൂ. അപ്പോൾ യുണീക്കല്ല. രണ്ടാമത് എപ്പോഴും ഉണ്ടാവണം എന്നില്ല, എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല. ഓക്കെ, നെക്സ്റ്റ്, കോംപ്ലിമെൻ്റ് ഓഫ് എ ഈസ് ഡിനോട്ടഡ് ബൈ എ ഡാഷ്. ദാറ്റ് ഈസ് എയുടെ കോംപ്ലിമെൻറ്റിനെ നമ്മൾ എന്ത് ചെയ്യും? എ ഡാഷ് എന്നാണ് പറയുക. അല്ലെങ്കിൽ എ കോംപ്ലിമെൻറ്റ് ഇങ്ങനെ ഡിനോട്ട് ചെയ്യാം. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ എ ഡാഷ് എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. എ ലാറ്റിസ് ഈസ് സെഡ് ടു ബി കോംപ്ലിമെൻറ്റഡ് ലാറ്റിസ്. പുതിയ ഒരു ലാറ്റിസാണ്. എ ലാറ്റിസ് ഈസ് സെഡ് ടു ബി കോംപ്ലിമെൻറ്റഡ് ലാറ്റിസ് ഇഫ് എവരി എലമെൻറ്റ് ഹാസ് അറ്റ്ലീസ്റ്റ് 1 കോംപ്ലിമെൻറ്റ്. എപ്പോഴാണ് ഒരു ലാറ്റിസിനെ കോംപ്ലിമെൻറ്റ് ലാറ്റിസ് എന്ന് പറയാം? ആ ലാറ്റിസിലെ ഏതൊരു എലമെൻ്റ് എടുത്തുണ്ടെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു കോംപ്ലിമെൻ്റെങ്കിലും എവരി എലമെൻറ്റ്സിനും ഉണ്ടായിരിക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞു കോംപ്ലിമെൻ്റ് എക്സിസ്റ്റ് ചെയ്യണം എന്നില്ല, യുണീക്ക് ആവണം എന്നില്ല. പക്ഷെ ഒരു ലാറ്റിസ് കോംപ്ലിമെൻ്റ് ലാറ്റിസ് എന്ന് പറയണമെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു കോംപ്ലിമെൻ്റെങ്കിലും എല്ലാ എലമെൻറ്റ്സിനും ഉണ്ടായിരിക്കണം. ഓക്കെ, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ് കോംപ്ലിമെൻറ്റ്? ദാറ്റ് ഈസ് എയുടെ കോംപ്ലിമെൻറ്റ് ബി എന്ന് പറയണമെങ്കിൽ എ ഡോട്ട് ബി ഈക്വൽ ടു 0 ആയിരിക്കണം, എ പ്ലസ് ബി ഈക്വൽ ടു ഐ ആയിരിക്കണം. രണ്ടാമത്തേത് എങ്ങനെയാണ് ഡിനോട്ട് ചെയ്യുക? മൂന്നാമത്തത് എ ബിയുടെ കോംപ്ലിമെൻ്റ് ആണെങ്കിൽ തിരിച്ച് ബി എന്തായിരിക്കും? എയുടെ കോംപ്ലിമെൻ്റ് ആയിരിക്കും. നാലാമത്തെ കാര്യം എക്സിസ്റ്റ് ചെയ്യണമെന്നില്ല, യുണീക്ക് ആവണമെന്നില്ല. ഓക്കെ,
5 നമ്മൾ ഡിഫൈൻ ചെയ്തത് പുതിയ ഒരു ലാറ്റിസ്, ദാറ്റ് ഈസ് കോംപ്ലിമെൻ്റൽ ലാറ്റിസ്. എപ്പോഴാണ് ഒരു ലാറ്റിസിനെ കോംപ്ലിമെൻ്റൽ ലാറ്റിസ് എന്ന് പറയാം? ഏത് ഒരു എലമെൻ്റ് എടുത്തിട്ടുണ്ടെങ്കിലും അതിനെന്തായിരിക്കണം? അറ്റ്ലീസ്റ്റ് ഒരു കോംപ്ലിമെൻ്റെങ്കിലും ഉണ്ടായിരിക്കണം. ഓക്കെ, കുറേ കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. നെക്സ്റ്റ് ഒരു എക്സാമ്പിൾ എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. ലെറ്റ് എ ഈക്വൽ ടു D42. എന്നാണ് D42? കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, തൊട്ട് മുന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. D42 പറഞ്ഞു കഴിഞ്ഞാൽ 42നെ ഡിവിസിബിൾ ആയിട്ടുള്ള കളക്ഷൻസ് അല്ലേ, എലമെൻസിൻ്റെ കളക്ഷൻസ്. ദാറ്റ് ഈസ് D42 എന്തായിരിക്കും? D42 ഈക്വൽ ടു ഏതൊക്കെ എലമെൻസിനെ 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാം? ദാറ്റ് ഈസ് ഏതൊക്കെയായിരിക്കും വരിക? 1, നെക്സ്റ്റ് 2 വരും, 3 വരും, 6 വരും അല്ലേ, 7 വരും, 14 വരും, നെക്സ്റ്റ് 21, 42 അല്ലേ. ഇതെല്ലാം 42 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പേഴ്സാണ്. ഓക്കെ, ദാറ്റ് ഈസ് 42. D42 പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിവിസിബിൾ ബൈ 42 ആണെങ്കിൽ 1 എലമെൻ്റ് ഉണ്ടായിരിക്കും. 2 നമുക്കറിയാം, 42 ഡിവൈഡ് ബൈ 2 ഒരു ഇൻറ്റിജറാണ്, 42 ഡിവൈഡ് ബൈ 3 ഒരു ഇൻറ്റിജറാണ്, 42 ഡിവൈഡ് ബൈ 6 ഇതെല്ലാം ഇൻറ്റിജറാണ്. ദർഫോർ D42 പറഞ്ഞു കഴിഞ്ഞാൽ 1, 2, 3, 6, 7, 40, 21, 42. ഓക്കെ, എത്ര എലമെൻ്റ് ഉണ്ട്? 3, 6, 8 എലമെൻറ്റ്. ഓക്കെ, ഏതാണ് റിലേഷന്? ഡിവിസിബിൾ, ദാറ്റ് ഈസ് ഡിവിസിബിൾ. ഇതാണ് റിലേഷന്. ഇതിൻ്റെ ലാറ്റിസ് അസ്സേ ഡയഗ്രാം എങ്ങനെ വരയ്ക്കാം? ഇതിൻ്റെ അസ്സേ ഡയഗ്രാം ഫസ്റ്റ് 1 എല്ലാറ്റിനോടും റിലേറ്റഡാണ്. നെക്സ്റ്റ് 2, 3, 7 ഇതെല്ലാം പരസ്പരം ഡിസ്കണക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റാണ് അല്ലേ. 2, 3, 7 ഇതെല്ലാം ഡിസ്കണക്റ്റ് ആയിട്ടുള്ള എലമെൻറ്റാണ്. നെക്സ്റ്റ് 2ഉം 3യും 6നോട് റിലേറ്റഡ് ആണ്. 2, 3, 6നോട് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് 3 21നോട് റിലേറ്റഡ് ആണ്, 7 21നോട് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് 14നോട് 2ഉം 7ഉം റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് മുകളിൽ 42നോട് എല്ലാതും റിലേറ്റഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അസ് എ ഡയഗ്രാം ദാറ്റ് ഈസ് 1 റിലേറ്റഡ് ടു 7 എന്നോട് 7 14നോട് റിലേറ്റഡ് ആണ്, 21നോട് റിലേറ്റഡ് ആണ്, 42നോട് റിലേറ്റഡ് ആണ്, 21 42നോട് റിലേറ്റഡ് ആണ്. നെക്സ്റ്റ് 1 ആൾസോ റിലേറ്റഡ് ടു 3 ആൾസോ റിലേറ്റഡ് ടു 21, 3 ആൾസോ റിലേറ്റഡ് ടു 6. നെക്സ്റ്റ് 1 റിലേറ്റഡ് ടു 2 റിലേറ്റഡ് ടു 6 റിലേറ്റഡ് ടു 24. ഓക്കെ, ഇനി ദാറ്റ് ഈസ് 2 റിലേറ്റഡ് ടു 40. ദാറ്റ് ഈസ് 2 റിലേറ്റഡ് ടു 40. ഓക്കെ, കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതാണ് അസ്സേ ഡയഗ്രാം. ഞാൻ ഒന്നും കൂടി വൃത്തിയിൽ വരക്കാം. ഫസ്റ്റ് 1, നെക്സ്റ്റ് 2, 3, 7, നെക്സ്റ്റ് 6, 21, 40, നെക്സ്റ്റ് 42 അല്ലേ. ഇങ്ങനെ ആയിരിക്കും അസ്സേ ഡയഗ്രാം വരിക. ഇവിടെ വരച്ച തന്നെ ഇവിടെ 1 ഇത്തിരി കൂടി ഇങ്ങോട്ടാക്കി വരച്ചു എന്നുള്ളൂ. ഒന്നും കൂടി വൃത്തിയിൽ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ആക്കി വരച്ചു എന്നുള്ളൂ. ഇതാണ് അസ്സേ ഡയഗ്രാം. ഓക്കെ, നമുക്കറിയാം ഇത് ലാറ്റിസാണ്. ലാറ്റിസിൻ്റെ എക്സാമ്പിളാണ് ഇത്. കാരണം ഏത് പേരെടുത്ത് കഴിഞ്ഞാലും അതിന് GLBയും LUBയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും ലീസ്റ്റ് അപ്പർ ബോണ്ടും കണ്ടുപിടിക്കാൻ പറ്റും. ഇനി നമുക്ക് വേണ്ടത് ഇതിലെ ഓരോ എലമെൻറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ദാറ്റ് ഈസ് 1ൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് ബാക്കി 2യുടെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, 3യുടെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, നെക്സ്റ്റ് 6ൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, 7ൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, 14 എന്ന എലമെൻറ്റ് കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, 21ൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം, 42 ഇത്രയും എലമെൻസിൻ്റെ കോംപ്ലിമെൻറ്റ് കണ്ടുപിടിക്കണം. ഓക്കെ, എന്താണ് ഡെഫിനിഷൻ? 1ൻ്റെ കോംപ്ലിമെൻറ്റ്
ബി എന്ന് പറയണമെങ്കിൽ, ദാറ്റ് ഈസ് എയുടെ കോംപ്ലിമെൻറ്റ് ബി എന്ന് പറയണമെങ്കിൽ എന്താണ്, ഇതാണ് ജി എൽ ബി അല്ലേ. ദാറ്റ് ഈസ് ജി എൽ ബി ഓഫ് എ ഡോട്ട് ബി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ജി എൽ ബി ആണ് അല്ലേ. ദാറ്റ് ജി എൽ ബി ഓഫ് എ ബി ഈക്വൽ ടു 0. 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗ്രേറ്റസ്റ്റ് എലമെൻറ്റ്, സോറി ലീസ്റ്റ് എലമെൻറ്റ്. ദാറ്റ് ഈസ് ഇവിടുത്തെ ലീസ്റ്റ് എലമെൻറ്റ്. ഇവിടുത്തെ 0 പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 0 പറഞ്ഞു കഴിഞ്ഞാൽ 1 ആണ് അല്ലേ. ഇതിലെ ഗ്രേറ്റസ്റ്റ് എലമെൻറ്റോ, ദാറ്റ് ഈസ് ഐ പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 42 ആണ്. അപ്പോൾ ജി എൽ ബി എന്തായിരിക്കണം, ജി എൽ ബി ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് 1ഉം നെക്സ്റ്റ് എൽ യു ബി അതാണ് ഇവിടെ പ്ലസ് ഉള്ളത് സമ്മ്, എൽ യു ബി ഓഫ് എ ബി എന്തായിരിക്കണം, 0 ആയിരിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് 1ൻ്റെ നോക്കാം. 1ൻ്റെ കോംപ്ലിമെൻറ്റ് 7 ആണോ, കാരണം 1ഉം 7ൻ്റെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട്, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് അത് 1 ആണോ, അത് ശരിയാണ്. 1ൻ്റെയും 7ൻ്റെയും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് 1 ആണ്. പക്ഷേ ലീസ്റ്റ് അപ്പർ ബോണ്ടോ, ലീസ്റ്റ് അപ്പർ ബോണ്ട് എന്തായിരിക്കണം, 0. ദാറ്റ് ഈസ് 0 പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സോറി ഇവിടെ 0 അല്ല 42 ആണ് അല്ലേ, 42. ഓക്കെ, എൽ യു ബി എന്തായിരിക്കണം, 42 ആയിരിക്കണം. അപ്പോൾ 1ഉം 7ഉം എടുത്തിട്ടുണ്ടെങ്കിൽ എൽ യു ബി എന്താണ്, ഈ ചെയിനും ഇവിടെ ടച്ച് ചെയ്യുന്നുണ്ട്. 21 ആണ് എൽ യു ബി ലീസ്റ്റ് അപ്പർ ബോണ്ട്. 42 കിട്ടണം. അപ്പോൾ 1ൻ്റെ 7 അല്ല 3 ആണോ, കാരണം ഈ ഒരു ഇതൊരേ ചെയിനാണ്. അപ്പോൾ ഇവിടെ ഈ 1 ജി എൽ ബി 1ഉം എൽ യു ബി 3 ആണ് കിട്ടുക. അപ്പോൾ 3 അല്ല. 2 ആണോ, അല്ല, ഇതും ഒരേ ചെയിനാണ്. കാരണം എൽ യു ബി എന്തിനും 2 കിട്ടും, ജി എൽ ബി 1 കിട്ടും. എന്താ നമുക്ക് വേണ്ടേ, ജി എൽ ബി 1 വേണം, എൽ യു ബി 42 കിട്ടണം. അപ്പോൾ 1ൻ്റെ കോംപ്ലിമെൻറ്റ് 7 അല്ല, 3 അല്ല, 2 അല്ല. ഇനി 14 ആണോ, ദാറ്റ് ഈസ് 1ഉം 14ഉം എടുക്കാം. 1ൻ്റെയും 14ൻ്റെയും ഗ്രേറ്റസ്റ്റ് ഇത് ഇങ്ങനെ ഒരു ചെയിനാണ് അല്ലേ. ഇങ്ങനെ ഈ ഒരു ചെയിൻ എടുത്തു കഴിഞ്ഞാൽ 1 റിലേറ്റഡ് ടു 7, 7 റിലേറ്റഡ് ടു 14 ആണ്. അപ്പോൾ ഇവിടെ ജി എൽ ബി എന്ത് കിട്ടും, ജി എൽ ബി 1ഉം എൽ യു ബി 14 ആണ് കിട്ടുക. അപ്പോൾ ഇതുമല്ല അല്ലേ, ഇതൊരു ചെയിനിൽ കിടക്കണോണ്ട് ഇതുമല്ല. നെക്സ്റ്റ് 21 ആണോ, 21 ഇങ്ങനെ ഒരു ചെയിനാണ് കിട്ടുക അല്ലേ. ദാറ്റ് ഈസ് 1 3 21. ദാറ്റ് ഈസ് ഈ ഒരു ചെയിൻ എടുത്തു കഴിഞ്ഞാൽ എൽ യു ബി 21 കിട്ടും, ജി എൽ ബി 1 കിട്ടും. നമുക്ക് എന്താ വേണ്ടത്, എൽ യു ബി 42 കിട്ടണം അല്ലേ. പിന്നെ ഏതാ 6 ആണോ, അപ്പോൾ ഇങ്ങനെ ഒരു ചെയിൻ എടുക്കാം. ഇങ്ങനെ ഈ 6 എടുക്കുമ്പോൾ ജി എൽ ബി 1ഉം എൽ യു ബി 6 ആണ് കിട്ടുക. നമുക്ക് എന്താ വേണ്ടത്, ജി എൽ ബി 1ഉം എൽ യു ബി 42 കിട്ടണം. പിന്നെ ഏത് എലമെൻറ്റേ ഉള്ളൂ, 42 ഉള്ളൂ. ദെർഫോർ 1ൻ്റെ ദാറ്റ് ഈസ് 1ൻ്റെ ഇങ്ങനെ തന്നെ എഴുതാം, 1ൻ്റെ കോംപ്ലിമെൻറ്റ് 1 കോംപ്ലിമെൻറ്റ് ദാറ്റ്സ് ഈക്വൽ ടു എത്രയാണ്, 42 ആണ്. തിരിച്ച് അപ്പോൾ അങ്ങനെയാണെങ്കിൽ 42യുടെ കോംപ്ലിമെൻറ്റ് എന്താണ്, 42യുടെ കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 1 ആയിരിക്കും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ട് എയുടെ കോംപ്ലിമെൻറ്റ് ബി ആണെങ്കിൽ ബിയുടെ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും, എ ആയിരിക്കും. ഓക്കെ, ഇനി 2 കൺസിഡർ ചെയ്യാം. ഓരോ എലമെൻ്റ് എടുക്കാം. നമുക്കറിയാം 1 ഒരിക്കലും ആവില്ല അല്ലേ. നെക്സ്റ്റ് 2 3 ആണോ, ഇവിടെ നോക്കിയാൽ മതി. 2 3യുടെ ലോവർ ബോണ്ട് 1 ആണ്, 2 3യുടെ അപ്പർ ബോണ്ട് ലീസ്റ്റ് അപ്പർ ബോണ്ട് 6 ആണ്. നമുക്ക് 42 കിട്ടണം. ഓക്കെ, അപ്പോൾ 3 അല്ല. നെക്സ്റ്റ് 7 ആണോ, 7 അപ്പർ ബോണ്ട് 14 ആണ്, ലോവർ ബോണ്ട് 1 ആണ്. നമുക്ക് വേണ്ടത് 42 ആണ് വേണ്ടത്. അപ്പോൾ 1 അല്ല, 3 അല്ല, 7 അല്ല. 6 ആണോ, അല്ല, ഇതൊരു ചെയിനിൽ കിടക്കണതാ, 6 അല്ല അല്ലേ. നെക്സ്റ്റ് 14 ആണോ, ചെക്ക് ചെയ്യാം. ഈ ഒരു 14 ഇതൊരു ചെയിനാണ് അല്ലേ, ഇതൊരു ചെയിനാണ്. അപ്പോൾ ഇവിടെ ലീസ്റ്റ് അപ്പർ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ 14ഉം 2 ആണ് കിട്ടുക. പിന്നെ ഏതാണുള്ളത്, 21 എടുക്കുമ്പോൾ ചെക്ക് ചെയ്യാം, 21 ആണോ ചെക്ക് ചെയ്യാം. ദാറ്റ് ഈസ് ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ പോകുന്നു, ഇവിടെ ഇങ്ങനെ ലൈൻ പോകുന്നു. ലീസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ ഇതും ലാസ്റ്റ് ഇവിടെ വരുന്നത് അല്ലേ. ദാറ്റ് ഈസ് ലീസ്റ്റ് എലമെൻറ്റ്, ദാറ്റ് ഈസ് ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് 2യുടെയും 21ഉം എടുത്തു കഴിഞ്ഞാൽ 1 കിട്ടുക. 2ഉം 21ൻ്റെയും ലോവസ്റ്റ് ലീസ്റ്റ് അപ്പർ ബോണ്ട് എടുത്തു കഴിഞ്ഞാൽ അവിടെ 42 ആണ് വരുന്നത്. ഇവിടെ അപ്പർ ബോണ്ട് എടുത്തു കഴിഞ്ഞാലും 42 കിട്ടുന്നത്. ദാറ്റ് ഈസ് 2യുടെയും 21ൻ്റെയും ലീസ്റ്റ് അപ്പർ ബോണ്ട് 42 ആണ്, ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് 1 ആണ്. ദാറ്റ് ഈസ് 2യുടെ കോംപ്ലിമെൻറ്റ്, ദാറ്റ് ഈസ് 2 കോംപ്ലിമെൻറ്റ് ഈസ് ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം, 21 എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ 21ൻ്റെ കോംപ്ലിമെൻറ്റ് എന്തായിരിക്കും, ദാറ്റ് ഈക്വൽ ടു 2 ആയിരിക്കും. ഓക്കെ,
ഇനി നമുക്ക് വേണ്ട എന്താണ്? 3 എന്ന എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്കറിയാം 1 അല്ല, 2 ആണോ? അല്ല. ഇത് രണ്ടും ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, 42 കിട്ടില്ല. ഇത് രണ്ടും ഇവിടെ ജോയിൻ ചെയ്യുന്നുണ്ട്, കിട്ടില്ല. നെക്സ്റ്റ് ഇതൊരു ചെയിനാണ്, ഇതൊരു ചെയിനാണ് അല്ലേ? നെക്സ്റ്റ് ഇതോ ഇവിടെ നിങ്ങൾക്ക് കണക്ഷൻ ഇല്ല. ദറ്റ് ഈസ് 3യുടെയും 14ൻ്റെയും GLB 1ഉം പിന്നെ നോക്കി കഴിഞ്ഞാൽ LUB എന്താണ്? 42 ആണ്. ദറ്റ് ഈസ് 3 കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 40. 3 കോംപ്ലിമെൻറ്റ് ഈക്വൽ ടു 14. അങ്ങനെയാണെങ്കിൽ 14ൻ്റെ കോംപ്ലിമെൻറ്റ് ദാറ്റ്സ് ഈക്വൽ ടു 3. ഓക്കെ. ഇനി ഏതുള്ള 6. പെട്ടെന്ന് നോക്കാം. 6 നമുക്കറിയാം ഇതൊന്നും ആവില്ല, ഇതൊക്കെ ഒരേ ചെയിനാ. ഇത് രണ്ടും ആവോ? ഇത് രണ്ടും ആവില്ല അല്ലേ? 6ൻ്റെ 42 വരുമോ? കാരണം ലീസ്റ്റ് അപ്പർ ബോണ്ട് 42 ആണ്, പക്ഷേ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എന്തായിരിക്കും? 6 വരിക. നിങ്ങൾ ചെക്ക് ഇതേപോലെ ഞാൻ ഓരോ 1 by 1 ചെക്ക് ചെയ്ത പോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും 6ൻ്റെ 7 ആണ്. കാരണം 7 ഇങ്ങനെ പോണത് അല്ലേ? ഇവിടെയാണ് ജോയിൻ ചെയ്യണത്, ഇവിടെ ഇങ്ങനെ ജോയിൻ ചെയ്യുന്നത്. അപ്പോൾ 7ഉം 6ഉം എടുത്തു കഴിഞ്ഞാൽ കോമൺ ആയിട്ട് ഒരു ചെയിൻ ഇല്ലാത്തത് കൊണ്ടും ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും ലീസ്റ്റ് അപ്പർ ബോണ്ടും 1ഉം 42ഉം ആയതുകൊണ്ട് 6ൻ്റെ കോംപ്ലിമെൻറ്റ് 7ഉം 7ൻ്റെ കോംപ്ലിമെൻറ്റ് 6ഉമാണ്. ഓക്കെ. അപ്പോൾ ഇതാണെന്ത്? കോംപ്ലിമെൻറ്റ്. എല്ലാ എലമെൻസിനും അറ്റ്ലീസ്റ്റ് 1 കോംപ്ലിമെൻറ്റ് ഉണ്ടായതുകൊണ്ട് ഇതെന്താണ്? കോംപ്ലിമെൻറ്റ് ലാറ്റിസിന് എക്സാമ്പിളാണ്. ഇപ്പോൾ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ഡെഫിനേഷൻ പഠിക്കണം, അറ്റ്ലീസ്റ്റ് ഒരു എക്സാമ്പിളും പഠിക്കണം. ഓക്കെ. അപ്പോൾ ഈ ഒരു എക്സാമ്പിളിൽ നമുക്ക് എന്ത് ചെയ്യാം? ഓരോ എലമെൻറ്റിൻ്റെയും കോംപ്ലിമെൻറ്റ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. എല്ലാ എലമെൻസിനും ഇവിടെ കോംപ്ലിമെൻറ്റ് ഉണ്ടായതുകൊണ്ട് ഇത് കോംപ്ലിമെൻറ്റഡ് ലാറ്റിസിന് എക്സാമ്പിളാണ്. ഓക്കെ. നെക്സ്റ്റ് നമുക്ക് പഠിക്കേണ്ട ടോപ്പിക്ക് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. എപ്പോഴാണ് ഒരു ലാറ്റിസിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറയാം? നമുക്ക് ഡിഫൈൻ ചെയ്യാം. എ ലാറ്റിസ് എ ഡോട്ട് പ്ലസ്, ദാറ്റ് ഈസ് പ്രൊഡക്റ്റ്. നമ്മൾ തൊട്ട് മുന്നേ ഡിഫൈൻ ചെയ്തു എന്താണ് ഡോട്ട്, എന്താണ് സമ്മ്. ഓക്കെ. ദാറ്റ് ഈസ് GLB. അതുപോലെ തന്നെ LUBനാണ് നമ്മൾ എന്ത് ചെയ്യുക? ഡോട്ടും പ്ലസും കൊണ്ട് ഡിനോട്ട് ചെയ്യണത്. ഡോട്ടിനെ GLB എന്നുള്ളത്, ദാറ്റ് ഈസ് ഞാൻ വീണ്ടും റിപ്പീറ്റ് ചെയ്യണത് വീണ്ടും പഠിക്കാൻ വേണ്ടിയിട്ടാണ്. GLB ഓഫ് AB ആണെന്ത്? A ഡോട്ട് B. LUB ലീസ്റ്റ് അപ്പർ ബോണ്ട് ഓഫ് AB ആണെന്ത്? A പ്ലസ് B. അപ്പോൾ ഒരു ലാറ്റിസിലെ ഒരു ലാറ്റിസിലെ അതിലെ GLB LUB ഡോട്ട് പ്ലസ് ആണെങ്കിൽ ദാറ്റ് ഈസ് എ ലാറ്റിസ് ഈസ് സെഡ് ടു ബി ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് ഇഫ് ഫോർ എവറി ABC ബിലോങ്സ് ടു A plus B dot C. That is A plus B dot C. B dot C പറഞ്ഞു കഴിഞ്ഞാൽ GLB of BC. Next A plus that is LUB of A, GLB of BC. Okay. That is A plus B dot C equal to എന്തായിരിക്കണം? A plus B dot A plus C ആയിരിക്കണം. വീണ്ടും പറയാണ്, A plus B എന്നുള്ളത് LUB of ABയും ഡോട്ട് എന്നുള്ളത് GLB ആണ് നമ്മൾ ഡിനോട്ട് ചെയ്യണത്. ഓക്കെ. ദാറ്റ് ഈസ് എന്താണ്? പ്ലസ് എന്നുള്ളത് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഡോട്ട് ആയിരിക്കണം. ഓക്കെ. അപ്പോൾ ഏത് ABC ബിലോങ്സ് ടു A, ഏത് 3 എലമെൻറ്റ് ABC ബിലോങ്സ് ടു A എടുത്തു കഴിഞ്ഞാൽ A പ്ലസ് B ഡോട്ട് C ഈക്വൽ ടു A പ്ലസ് B ഡോട്ട് A പ്ലസ് C ആയിരിക്കണം. സിമിലർലി A ഡോട്ട് B പ്ലസ് C ദാറ്റ് ഈക്വൽ ടു A ഡോട്ട് B പ്ലസ് A ഡോട്ട് C ആയിരിക്കണം. ദാറ്റ് ഈസ് ഡോട്ട് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ പ്ലസ്. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഈ ലാറ്റിസിനെ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. ഫോർ എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഡെഫിനിഷൻ നിങ്ങൾ ആദ്യം 2-3 പ്രാവശ്യം വായിച്ച് നോക്കുക, എന്നിട്ട് എന്ത് ചെയ്യാം? എക്സാമ്പിളിലേക്ക് പോവാം. ഓക്കെ. ഷോ ദാറ്റ് ദ ലാറ്റിസ് Z പ്ലസ്, ദാറ്റ് ഈസ് സെറ്റ് ഓഫ് ആൾ പോസിറ്റീവ് ഇൻഡിജേഴ്സ്, relation is defined by less than or equal to is a distributive lattice. Show that the lattice Z plus and the relation less than or equal to form a distributive lattice. ഓക്കെ. നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ് അല്ലെങ്കിൽ സെറ്റ് ഓഫ് ആൾ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ആൾ റിയൽ നമ്പേഴ്സ്, സെറ്റ് ഓഫ് ആൾ നാച്ചുറൽ നമ്പേഴ്സും ഇതെല്ലാം വിത്ത് ദ റിലേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണെങ്കിൽ എപ്പോഴും LUB ഓഫ് AB നമ്മൾ പറഞ്ഞിട്ടുണ്ട്. LUB ഓഫ് AB എപ്പോഴും എന്തായിരിക്കും? മാക്സിമം ഓഫ് AB ആയിരിക്കും. അതുപോലെ തന്നെ
GLB ഓഫ് AB എന്തായിരിക്കും? മിനിമം ഓഫ് AB ആയിരിക്കും. ഇത് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പഠിച്ചതാണ്. ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്ന റിലേഷനും സെറ്റ് ഓഫ് ഇൻഡിജേഴ്സും എടുക്കുകയാണെങ്കിൽ LUB ഓഫ് AB എപ്പോഴും AB എന്ന എലമെൻറ്റിൻ്റെ LUB എന്ത് എടുക്കാം? മാക്സിമം AB എടുക്കാം. കാരണം ഇങ്ങനെ ആയിരിക്കും പോരാ അല്ലേ? 1 2 3 4 എക്സെട്ര ഇങ്ങനെ ആയിരിക്കും വരിക. അപ്പോൾ 2 എലമെൻ്റ് എടുത്തു കഴിഞ്ഞാൽ അതിലെ ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ട് എപ്പോഴും അതിലെ മിനിമം എലമെൻറ്റും ലീസ്റ്റ് അപ്പർ ബോണ്ട് എപ്പോഴും അതിലെ മാക്സിമം എലമെൻറ്റും ആയിരിക്കും വരിക. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. പ്രോബ്ലം ചെയ്യേണ്ട ടൈമിൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു റിസൾട്ട് വളരെ സിമ്പിളായിട്ട് ഉപയോഗിക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഷോ ദാറ്റ് ദ ലാറ്റിസ് Z പ്ലസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ്. നമുക്ക് തെളിയിക്കേണ്ടത് ഏത് രണ്ട് പോസിറ്റീവ് ഇൻഡിജർ എടുത്തു കഴിഞ്ഞാലും നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് A പ്ലസ് B ഡോട്ട് C ഈക്വൽ ടു A പ്ലസ് ദാറ്റ് ഈസ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്ലസ് ഈസ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ഓവർ ഡോട്ട് ദാറ്റ് ഈസ് A പ്ലസ് B ഡോട്ട് A പ്ലസ് C. ഇതും അതുപോലെ തന്നെ രണ്ടാമത്തേത് A ഡോട്ട് B പ്ലസ് C ഈക്വൽ ടു A ഡോട്ട് B പ്ലസ് A ഡോട്ട് C. ഇത് രണ്ട് റിസൾട്ടും നമുക്ക് പ്രൂവ് ചെയ്യണം. ഏത് 3 എലമെൻറ്റ് ABC ബിലോങ്സ് ടു Z പ്ലസ് എടുത്തിട്ടുണ്ടെങ്കിലും ഈ രണ്ട് റിസൾട്ടും ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് പറയും? ഇതിനെ ഡിസ്ട്രിബ്യൂട്ടീവ് ലാറ്റിസ് എന്ന് പറയും. അപ്പോൾ നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഏത് 3 ഇൻഡിജേഴ്സ് എടുക്കണം, റിലേഷൻ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു, ഇത് സാറ്റിസ്ഫൈ ചെയ്യണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഇവിടെ ഈ റിസൾട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിലെ 3 ആർബിറ്ററി എലമെൻറ്റ് ചൂസ് ചെയ്യാം. ലെറ്റ് A B C ബിലോങ്സ് ടു Z പ്ലസ് ദറ്റ് ഈസ് പോസിറ്റീവ് ഇൻഡിജേഴ്സ്. ദെൻ ലെഫ്റ്റ് സൈഡ് നമുക്ക് ഫസ്റ്റ് എടുക്കാം. ദെൻ A പ്ലസ് B ഡോട്ട് C ദാറ്റ് ഈക്വൽ ടു നമുക്കറിയാം A പ്ലസ് B എന്താണ് പ്ലസ്? ഇവിടെ പറഞ്ഞിട്ടുണ്ട് പ്ലസ് പറഞ്ഞ LUB ആണ്. LUB പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം ആണ്. ഓക്കെ, നെക്സ്റ്റ് ഡോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയിട്ടുണ്ട് GLB ആണ്. ദാറ്റ് ഈസ് GLB പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ആണ്. Therefore A പ്ലസ് B ഡോട്ട് C ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? A ഡോട്ട് A പ്ലസ് ഇതിനെന്ത് ചെയ്യാം? ഇതൊരു എലമെൻറ്റ് പ്ലസ് വന്നതുകൊണ്ട് എന്താണ്? ദാറ്റ് ഈസ് പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വീണ്ടും പറയുന്നത് LUB ആണ്. ദാറ്റ് ഈസ് LUB ഓഫ് A B ഡോട്ട് C ഇങ്ങനെ എഴുതാം അല്ലേ? LUB ഓഫ് A B ഡോട്ട് C എന്നാണ് LUB പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം അല്ലേ? ദാറ്റ് ഈസ് മാക്സിമം ഓഫ് A B ഡോട്ട് C. മാക്സിമം ഓഫ് A എന്താണ്? B ഡോട്ട് C പറഞ്ഞാൽ എന്താണ്? ഡോട്ട് GLB ആണ്. GLB എന്താണ്? മിനിമം ആണ്. ദെർഫോർ ഇതിനെങ്ങനെ എഴുതാം? മാക്സിമം ഓഫ് A മിനിമം ഓഫ് BC. ഓക്കെ, നെക്സ്റ്റ് ദിസ് ഈക്വൽ ടു മിനിമം ഓഫ് മാക്സിമം AB മാക്സിമം AC. കാരണം ഫസ്റ്റ് നമ്മൾ ചെയ്യാൻ പോവുക ഇവിടെ ഇതിലെ മിനിമം എടുക്കും അല്ലേ? BCയിലെ ഏതാ മിനിമം? ആ മിനിമം ആദ്യം കൺസിഡർ ചെയ്യും. എന്നിട്ട് എന്ത് ചെയ്യും? എയുടെയും ബിയുടെയും ഇവിടെ ഏതെങ്കിലും ഒന്നെങ്കിൽ B മിനിമം ആയിരിക്കും അല്ലെങ്കിൽ C മിനിമം ആയിരിക്കും. ദാറ്റ് ഈസ് B മിനിമം ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? Aയും Bയും കൺസിഡർ ചെയ്ത് അതിലെ മാക്സിമം എടുക്കും. ഇനി C ഇവിടുത്തെ മിനിമം ആണെങ്കിലോ C നമ്മൾ സെലക്ട് ചെയ്യും, Aയും Cയും ചെയ്തിട്ട് കമ്പയർ ചെയ്തിട്ട് അതിലെ മാക്സിമം എലമെൻറ്റ് എടുക്കും. അപ്പോൾ മാക്സിമം ഓഫ് A മിനിമം BC ഇതേ മീനിങ് ആണ് എന്ത്? ഫസ്റ്റ് എന്ത് ചെയ്യുക? മാക്സിമം ഓഫ് ഇതിലെ എയുടെയും ബിയുടെയും മാക്സിമം എടുക്കുക അല്ലേ? അതേപോലെ എയുടെയും സിയുടെയും മാക്സിമം എടുക്കുക, എന്നിട്ട് അതിലെ മിനിമം എടുക്കുന്നത് ഈക്വൽ മീനിങ് ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്യും? ഫസ്റ്റ് എയും ബിയും ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കുമല്ലോ മിനിമം, ഇതിലെ ഏതെങ്കിലും ഒന്നായിരിക്കും മിനിമം, എന്നിട്ട് അതിലെ മാക്സിമം നമ്മൾ സെലക്ട് ചെയ്യും. അപ്പോൾ അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം? മാക്സിമം ഓൾറെഡി എയുടെയും ബിയുടെയും എയുടെയും സിയുടെയും ഈ രണ്ട് എലമെൻറ്റിലെ മാക്സിമം എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക? അതിലെ മിനിമം ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ദിസ് ഈക്വൽ ടു മിനിമം ഓഫ് മാക്സിമം AB ആൻഡ് മാക്സിമം AC. ഓക്കെ, എന്നാൽ മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ LUB ആണ്. ദാറ്റ് ഈസ് മിനിമം ഓഫ് LUB
LUB ഓഫ് AB കോമ LUB ഓഫ് AC അല്ലേ? എന്താണ് LUB? LUB പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആണ് അല്ലേ? ദെർഫോർ മിനിമം ഓഫ് A പ്ലസ് C കോമ നെക്സ്റ്റ് A പ്ലസ് B കോമ A പ്ലസ് C. എന്താണ് മിനിമം? GLB ആണ് അല്ലേ? GLB ആണ് മിനിമം. എന്താണ് GLB? ദാറ്റ് ഈസ് ഡോട്ട്. ദാറ്റ് ഈസ് A പ്ലസ് B ഡോട്ട് A പ്ലസ് C. എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്തേ? A പ്ലസ് B ഡോട്ട് C ഈക്വൽ ടു എന്ത് കിട്ടി? A പ്ലസ് B ഡോട്ട് A പ്ലസ് C അല്ലേ? ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യാൻ. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചിന്തിച്ച് മനസ്സിലാക്കി ചെയ്യണം. നെക്സ്റ്റ് ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യണം? A ഡോട്ട് B പ്ലസ് C ഈക്വൽ ടു A ഡോട്ട് B പ്ലസ് A ഡോട്ട് C. ഇതും കൂടി പ്രൂവ് ചെയ്യണം. ചെയ്യാം. ദാറ്റ് ഈസ് A ഡോട്ട് B പ്ലസ് C നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ദിസ് ഈക്വൽ ടു A ഡോട്ട് B പ്ലസ് A ഡോട്ട് C അല്ലേ? കുറേ കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഫസ്റ്റ് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ദാറ്റ് ഈസ് A ഡോട്ട് B പ്ലസ് C ദാറ്റ് ഈക്വൽ ടു നമുക്കറിയാം എന്താണ് ഡോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ? ഡോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ ഒന്നും കൂടി പറയാണ്. ഡോട്ട് പറഞ്ഞാൽ GLB ആണ്. GLB പറഞ്ഞു കഴിഞ്ഞാൽ മിനിമം ആണ് അല്ലേ? ദെർഫോർ ഇവിടെ എങ്ങനെ എഴുതാം? മിനിമം ഓഫ് A കോമ B പ്ലസ് C ഇങ്ങനെ എഴുതാം. മിനിമം ഓഫ് A കോമ B പ്ലസ് C. ഇതിനെ മിനിമം പ്ലസ് പറഞ്ഞാൽ മാക്സിമം ആണ് അല്ലേ? ദാറ്റ് ഈസ് ഇതിനെ മിനിമം ഓഫ് A കോമ മാക്സിമം ഓഫ് BC ഇങ്ങനെ എഴുതാം. കാരണം തൊട്ട് മുന്നത്തെ റിസൾട്ട് പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നും കൂടി പറയാം. പ്ലസ് പറഞ്ഞു കഴിഞ്ഞാൽ LUB ആണ്. LUB ഓഫ് AB എന്താണ്? മാക്സിമം ആണ്. ദെർഫോർ മാക്സിമം ഓഫ് BC എന്ന് എഴുതി. തൊട്ട് മുന്നേ പറഞ്ഞ പോലെ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാം? സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. ദാറ്റ് ഈസ് മാക്സിമം ഓഫ് മിനിമം AB നെക്സ്റ്റ് മിനിമം AC that equal to maximum of A dot C A dot B A dot C that equal to the maximum പറഞ്ഞു കഴിഞ്ഞാൽ വീണ്ടും ഞാൻ പറഞ്ഞു മാക്സിമം പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? LUB ആണ്. LUB പറഞ്ഞു കഴിഞ്ഞാൽ പ്ലസ് ആണ് അല്ലേ? ദാറ്റ് ഈസ് A ഡോട്ട് B പ്ലസ് A ഡോട്ട് C. ഇതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. നിങ്ങൾ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് പഠിക്കാം. നെക്സ്റ്റ് പേജ് നമ്പർ നിങ്ങൾക്ക് ഞാൻ സമയമില്ലാത്ത കാരണം എക്സ്പ്ലെയിൻ ചെയ്യണില്ല. പേജ് നമ്പർ 121 ഇതിൽ ഒരു എക്സാമ്പിൾ 3.52 വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് നിങ്ങൾ ചെക്ക് ചെയ്യാം. ഓക്കെ, ഇതിൽ ഡിസ്ട്രിബ്യൂട്ടീവ് അല്ലാത്ത ലാറ്റിസിന് എക്സാമ്പിളാണ് ഇത്. അപ്പോൾ ഇവിടെ ലാറ്റിസ് തന്നിട്ടുണ്ട്. 3 ക്വസ്റ്റ്യൻസ് സബ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിട്ടുണ്ട്. നിങ്ങൾ എന്ത് ചെയ്യുക? ചെയ്ത് കണ്ടുപിടിക്കാം. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് ലാസ്റ്റ് ഈ ചാപ്റ്ററിലെ ലാസ്റ്റ് ടോപ്പിക്ക് ഡുവൽ ലാറ്റിസ്. ഡുവൽ ലാറ്റിസ് വളരെ സിമ്പിളാണ്. ഡെഫിനിഷൻ ചെയ്താം. If A less than or equal to A is a set, the relation defined as less than or equal to is a lattice, then A greater than or equal to is known as dual lattice. That is, ഇതിലെ GLB ഗ്രേറ്റസ്റ്റ് ലോവർ ബോണ്ടും ലീസ്റ്റ് അപ്പർ ബോണ്ടും ജസ്റ്റ് ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്താൽ മതി. ഓക്കെ, ദാറ്റ് ഈസ് പ്ലസ് ഉള്ളത് ഇൻറ്റുള്ളത് പ്ലസ്സുമാക്കി മാറ്റാം. അതാണ് ഡുവൽ ലാറ്റിസ്. അപ്പോൾ നമ്മുടെ ഡയഗ്രാം ഡയഗ്രാം എന്ത് ചെയ്യും? നേരെ റിവേഴ്സിലായിരിക്കും വരിക അല്ലേ? A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള എന്ത് ചെയ്യാം? A ഗ്രേറ്റർ ആണ്. ഇപ്പോൾ സെറ്റ് ഓഫ് ആൾ ഇൻഡിജേഴ്സ് എടുക്കുകയാണെങ്കിൽ അവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള റിലേഷൻ ആണെങ്കിൽ അതിന് നേരെ റിവേഴ്സ് ആയിട്ട് എന്ത് ചെയ്യുക? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എഴുതാം. ദാറ്റ് ഈസ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ള ഈ ലാറ്റിസിൻ്റെ ഡുവൽ ലാറ്റിസ് ആണ് എന്ത്? A ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, ഇനി സബ്സെറ്റ് റിലേഷൻ ആണെങ്കിലോ
നമ്മൾ പവർ സെറ്റ് ഓഫ് എ എടുത്തു, ദാറ്റ് ഈസ് എ ഈക്വൽ ടു സെറ്റ് ഓഫ് ആൾ പവർ സെറ്റ് ഓഫ് സം സെറ്റ് ബി, ദാറ്റ് ഈസ് പി ഓഫ് ബി എടുത്തു. ഇവിടെ ഒരു ലാറ്റിസ് ദാറ്റ് ഈസ് പി ഓഫ് ബി സബ്സെറ്റ് എന്നുള്ള റിലേഷൻ എടുക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഡുവൽ ലാറ്റിസ് എന്തായിരിക്കും? സൂപ്പർ സെറ്റ് ഓഫ്. ഓക്കെ, അസ ഡയഗ്രാം നേരെ തിരിയും. മാക്സിമം ജി എൽ ബി എന്താവും? ജി എൽ ബി ഓഫ് എ ബി എന്തായിരിക്കും ഡുവൽ ലാറ്റിസിൽ? എൽ യു ബി ഓഫ് എ ബി ആയിരിക്കും. ഓക്കെ, അതാണ് ഡുവൽ ലാറ്റിസ്. നെക്സ്റ്റ് ഞാൻ എക്സാമ്പിൾ കുറേ ചെയ്യണില്ല, വളരെ സിമ്പിൾ ടോപ്പിക്കാണ്. നിങ്ങൾക്ക് ഏത് ലാറ്റിസ് എടുത്തിട്ടുണ്ടെങ്കിലും അതിൻ്റെ ഡുവൽ ലാറ്റിസ് കണ്ടുപിടിക്കാം. വളരെ സിമ്പിളാണ്. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റണമെങ്കിൽ ഏതാണോ അസ ഡയഗ്രാം അതിന് നേരെ റിവേഴ്സിൽ വരച്ചാൽ മതി. ഓക്കെ, ഇങ്ങനെ 1 2 3 12 ഇങ്ങനെയാണെങ്കിൽ ഇത് ഒരു ലാറ്റിസിൻ്റെ അസ ഡയഗ്രാം ആണെങ്കിൽ ഇതിൻ്റെ ഡുവൽ ലാറ്റിസിൻ്റെ അസ ഡയഗ്രാം എന്തായിരിക്കും? 12 ആയിരിക്കും ഏറ്റവും താഴെ. നെക്സ്റ്റ് 2 3 ഇവിടെ തന്നെ ഉണ്ടായിരിക്കും, 1 ആയിരിക്കും, നേരെ തിരിച്ചായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്ക് ഞാൻ സ്കിപ്പ് ചെയ്യല്ല. എക്സാമ്പിൾ ഇനി ചെയ്യേണ്ട ആവശ്യമില്ല, കാരണം ഏത് എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഡുവൽ ലാറ്റിസ് കണ്ടുപിടിക്കാൻ പറ്റും. നെക്സ്റ്റ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി. ദ പ്രിൻസിപ്പിൾ, ലാസ്റ്റ് ടോപ്പിക്ക്, ദ പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി. Any statement of a lattice involving the operation dot and plus and the relation less than or equal to, greater than or equal to, relation greater than less than or equal to, greater than or equal to, അതുപോലെ തന്നെ ഓപ്പറേഷൻ ഡോട്ട് ആൻഡ് പ്ലസ് സം ആൻഡ് പ്രൊഡക്റ്റ് remain true if star is replaced by plus, that is sum, and sum is replaced by product, that is dot അല്ലെങ്കിൽ സ്റ്റാർ, ആൻഡ് ലെസ് ദാൻ റീപ്ലേസ്ഡ് ബൈ ഗ്രേറ്റർ ദാൻ, ആൻഡ് ഗ്രേറ്റർ ദാൻ ഈസ് റീപ്ലേസ്ഡ് ബൈ ലെസ് ദാൻ. ഓക്കെ, അപ്പോൾ എപ്പോഴും ഒരു ലാറ്റിസ് എടുത്തിട്ടുണ്ടെങ്കിൽ അതിലെ കറസ്പോണ്ടിങ് സ്റ്റാർ ഡോട്ടിനെ അല്ലെങ്കിൽ പ്രൊഡക്റ്റിനെ പ്ലസ് കൊണ്ടും സമ്മ് കൊണ്ടും സമ്മിനെ പ്രൊഡക്റ്റ് കൊണ്ടും റീപ്ലേസ് ചെയ്യുകയും ഗ്രേറ്റർ ദാൻ എന്നുള്ളതിനെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളത് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു, ആ റിലേഷൻ, ഇവിടെ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആണ്. ഓക്കെ, വേറെ റിലേഷന് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു. അപ്പോൾ ഈ രണ്ട് റിലേഷനും ചേഞ്ച് ചെയ്യുക, കറസ്പോണ്ടിങ് ഈ രണ്ട് ഓപ്പറേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാലും നമ്മുടെ സ്റ്റേറ്റ്മെൻറ്റ് അപ്പോഴും ശരിയായിരിക്കും, ട്രൂ ആയിരിക്കും. അതാണ് ദ പ്രിൻസിപ്പിൾ ഓഫ് ഡുവാലിറ്റി. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ വൃത്തിയിൽ നോക്കുക. അടുത്ത ക്ലാസ് നമുക്ക് എന്ത് ചെയ്യാം? നെക്സ്റ്റ് മൊഡ്യൂള് അഥവാ 5th മൊഡ്യൂൾ ആൾജിബ്രായിക് സ്ട്രക്ചർ എന്ന ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. ഓക്കെ.